അയ്യേ, ഇടത് കൈ വെച്ചിട്ടാണോ കുട്ടി ഭക്ഷണം കഴിക്കുന്നത്? ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഐശ്വര്യ, ഹോമിയോപ്പതി പീഡിയാട്രീഷ്യൻ ആണ്. ഇടത് കൈ കൊണ്ട് സ്വാഭാവികമായി എഴുതുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ വലത് കൈയിലോട്ട് ആക്കാൻ നിർബന്ധിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ആദ്യമായി നമ്മൾ അറിയേണ്ടത് എന്താണ് ഹാൻഡ് ഡോമിനൻസ് എന്നാണ്. ഏകദേശം ഒരു 2 തൊട്ട് 4 വയസ്സ് വരെയാണ് ഈ ഹാൻഡ് ഡോമിനൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 തൊട്ട് 6 വയസ്സ് വരെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഏത് കൈയാണ് കുഞ്ഞ് ഏകദേശം റൈറ്റ് ആണോ അല്ലെങ്കിൽ ലെഫ്റ്റ് ആണോ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് കുഞ്ഞിന് ഒരു ഹാബിറ്റ് ആയിട്ട് വരുന്നതൊന്നുമല്ല. അതുപോലെ ഇപ്പം മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ കുഞ്ഞിന് കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു സ്വഭാവ വൈകല്യം പോലെ വരുന്നതോ ഒന്നുമല്ല. നോർമലായിട്ട് നമ്മുടെ ബ്രെയിനിന്റെ ഏതെങ്കിലും ഒരു ഹെമിസ്ഫിയർ, ഒന്നെങ്കിൽ വലത്തെ തലച്ചോറ് അല്ലെങ്കിൽ ഇടത്തെ തലച്ചോറായിരിക്കും കൂടുതലായിട്ട് ഡോമിനന്റ് ആയിട്ട് കാണുന്നത്. ഈ ഡോമിനന്റ് ആയിട്ട് കാണുന്ന തലച്ചോറാണ് നമുക്ക് കൂടുതലായിട്ട് ഈ ഫൈൻ മോട്ടോർ ആക്ടിവിറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ ഒരു കൈ മാത്രം സെലക്ട് ചെയ്യുന്നത്? നമുക്ക് ആദ്യം അറിയേണ്ടത് നമ്മുടെ തലച്ചോറുകൾ വലത്തെ തലച്ചോറ് ഇടത്തെ തലച്ചോറ് അങ്ങനെ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് കൺട്രോൾ ചെയ്യുന്നത് ലെഫ്റ്റ് ഹെമിസ്ഫിയർ, അതായത് ഇടത്തെ തലച്ചോറും, അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് കൺട്രോൾ ചെയ്യുന്നത് വലത്തെ തലച്ചോറുമാണ്. ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇതിന്റെ കൺട്രോൾ വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് എഴുതുന്ന കുട്ടി അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്ന കുട്ടിയുടെ വലത്തെ തലച്ചോറായിരിക്കും കൂടുതലായിട്ട് ഡോമിനന്റ് ആയിട്ട് കാണുന്നത്. ഇനി നമ്മൾ ഈ വലത്തെ കൈ കൊണ്ട് എഴുതുന്ന ആളെ ഇടത്തെ കൈ വെച്ച് എഴുതാൻ നിർബന്ധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമതായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഇതെല്ലാം ജനറ്റിക്കലി ഡിറ്റർമൈൻഡ് ആണ്, അതുപോലെ ന്യൂറോളജിക്കലി പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു കുട്ടി നമുക്കറിയാം അവരുടെ റൈറ്റ് ബ്രെയിൻ അല്ലെങ്കിൽ റൈറ്റ് ഹെമിസ്ഫിയർ വലത്തെ തലച്ചോറായിരിക്കും കൂടുതലായിട്ട് ഡോമിനന്റ് ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവരെ നമ്മൾ നിർബന്ധിച്ച് റൈറ്റ് ഹാൻഡിലോട്ട് ആക്കുമ്പോൾ എന്ത് പറ്റുന്നു? മൊത്തത്തിൽ ബ്രെയിനിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു ബ്രെയിനിന്റെ വയറിങ്ങിനെ തന്നെ ഇത് ബാധിക്കുന്നു. ഇതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഹാൻഡ് റൈറ്റിങ്ങിൽ വളരെ പുവറായിട്ടുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ്, അതുപോലെ എഴുതി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണം വരിക, അതുപോലെ ആ സ്പേസിങ്, ഒരു ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസിങ്ങിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുന്നു. അതുപോലെ ലെറ്റേഴ്സ് തിരിച്ചെഴുതുക, ഇപ്പോൾ BD ആക്കി എഴുതുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ പേരൻസിനോടായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞ് ഏത് കൈയാണോ നോർമലായിട്ട് അവർ യൂസ് ചെയ്യുന്നത്, അതിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആയിക്കോട്ടെ റൈറ്റ് ഹാൻഡ് ആയിക്കോട്ടെ, ഒരിക്കലും നമ്മൾ അത് മാറ്റാതിരിക്കുക. അവർ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യണമെങ്കിൽ അത് തികച്ചും നോർമലാണ്. അവർ ഇപ്പം ഫുഡ് കഴിക്കുന്നതോ എല്ലാ കാര്യത്തിനും അവർ ലെഫ്റ്റ് ഹാൻഡ് തന്നെ യൂസ് ചെയ്തോട്ടെ. ഒരിക്കലും നിങ്ങൾ മാറ്റാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും അതൊരു സപ്രഷനാണ്. അത് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ദോഷമേ വരുത്തുള്ളൂ, അസുഖങ്ങൾ വരാനുള്ള ചാൻസസും കൂടുതലാണ്.